കൂടെ വരാം. വിക്കി, മേത്ത സാർ എത്രാമത്തെ അറ്റാക്കിലാണ് മരിച്ചത്? രണ്ടാമത്തെ സാർ. സിറ്റിന്ന് മാറിയാണെന്നൊന്നും വിചാരിക്കണ്ട സാറേ. ഇവിടെ ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് അല്ലേ. വീട് ഇഷ്ടപ്പെട്ടു മാഷേ, പറയാം. വേറെ ഒരു പാർട്ടിയോടെ ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ചെറിയൊരു അഡ്വാൻസ് തരുമായിരുന്നെങ്കിൽ വീട് നമുക്ക് ബ്ലോക്ക് ചെയ്യായിരുന്നു. ആ വീട് വാങ്ങാന്നാ വിചാരിക്കുന്നത്. അനിയനായതുകൊണ്ടാ ചോദിക്കുന്നത്. എനിക്ക് കുറച്ച് കടം തന്നാ ഉറപ്പായിട്ട് ഞാൻ തിരിച്ചു തരാം. ഇപ്പൊ വീട് വാങ്ങണ കാര്യത്തിൽ വെറുതെ എന്തിനാ നിങ്ങളിങ്ങനെ വാശി പിടിക്കുന്നത്? ചന്ദ്രയോട് സംസാരിച്ചിട്ട് തന്നെ എത്ര വർഷമായി. വീട് വാങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ട് സ്വന്തം അനിയത്തിയോട് എന്തിനാ ഇത്രയും വൈരാഗ്യം വെച്ചോണ്ടിരിക്കുന്നത്? എന്തിനാ ഇത്ര ദേഷ്യം വാസു? വീട് വാങ്ങണമെന്ന് വിചാരിക്കുന്നത് ദേഷ്യം കൊണ്ടല്ല മുരളി. വീടെന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്നം അല്ലേ? ഓപ്പണായിട്ട് സംസാരിക്കാം. അതാ നമുക്ക് രണ്ടുപേർക്ക് നല്ലത്. നിന്റെ ഹെൽത്ത് ശരിയല്ല, ഇപ്പൊ റെസ്റ്റ് എടുത്തിരിക്കുക. ആ സമയത്ത് ഇത്രയും വലിയ എമൗണ്ട് ഞാൻ എന്ത് വിശ്വസിച്ച് തരും? പ്രഭുവിന്റെ കോളേജ് ഈ വർഷം കഴിയൂലോ. ഉറപ്പായിട്ടും അവനൊരു നല്ല ജോലി കിട്ടും. +2 അവൻ എത്ര മാർക്കുണ്ടായിരുന്നു? അവന് നല്ല മാർക്കൊക്കെ ഉണ്ട്. കോളേജിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വരുന്നുണ്ട്. നല്ല കമ്പനിയിൽ ജോലി കിട്ടും അവന്. എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യ് പ്ലീസ്. ശരി, ഞാനൊരു കാര്യം പറയാം. അച്ഛൻ എന്തിനാ അയാളുടെ അടുത്തേക്ക് പോയത്? എടാ, എന്താ അദ്ദേഹം പറഞ്ഞേ? പ്രഭുവിന് ജോലി കിട്ടിയ ശേഷം അപ്പോയിൻമെന്റ് ലെറ്ററുമായിട്ട് വാ, പണം തരാം. ചെയ്ത് കാണിക്കണം പ്രഭു. ഇനി ഒരു ഇന്റർവ്യൂയും കൂടെ ബാക്കിയുള്ള, അത് സെനിറ്റ് കൊണ്ട് ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാനായിട്ട് ഭയങ്കര ടഫാന്നാ പറയുന്നത്. എനിക്ക് ആ പേര് പോലും പറയാൻ പറ്റുന്നില്ല. ഇന്റർവ്യൂവിന് 3 ദിവസമല്ലേ? ഇന്ന് നിന്റെ ഇന്റർവ്യൂ അല്ലേ മോനെ? അതെ അച്ഛാ. നന്നായി ചെയ്യും മോനെ. ഹലോ സാറേ, നിങ്ങൾക്ക് ഈ വീട് വേണോ വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് സമയം തമാശ പറയാൻ. മറ്റവരെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക സാറേ. ഇന്ന് വരാതും കൂടെ പറഞ്ഞു. ഫുൾ എമൗണ്ടും റെഡിയാന്നാ അവർ പറഞ്ഞു. അച്ഛാ ഇറങ്ങാണേ. ഇന്ന് പറയാം പക്ഷേ വേണോ വേണ്ടയോ എന്ന്. ഹായ് പ്രഭു. ഹലോ സർ. പുറത്ത് ഭയങ്കര മഴയാണല്ലേ? ന്യൂസിൽ പറയുന്നത് കേട്ടു, എന്തോ സൈക്ലോൺ ആണെന്നൊക്കെ. യെസ് സർ. 8 റൗണ്ട്സ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ടയേർഡാണോ? ഇല്ല സർ. ബട്ട് യുവർ ഐസ് ആർ റിയലി ടയേർഡ്. 2 ദിവസം ഉറങ്ങാത്ത പോലെ തോന്നുന്നത്. പ്രിപ്പയർ ചെയ്യായിരുന്നു സർ. നിങ്ങളുടെ മാർക്സും ആൻസേഴ്സൊക്കെ കണ്ടു. ഗുഡ്. താങ്ക് യു സർ.
Can you explain me the process of frequency reuse? Sure, sir. Frequency reuse is the process of reusing the same frequencies across the entire circuit and we use it. പ്രഭു, താൻ ബുക്കിലുള്ള അതേപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ലെറ്റ്സ് അസ്യൂം ഞാനൊരു കോമൺ മാനാണ്. എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. എനിക്ക് മനസ്സിലാവുന്ന പോലെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കട്ടെ. Sir, frequency reuse we use in all the communication systems, sir. Banking, internet, communication, cell phone. ഇതിലെല്ലാത്തിലും യൂസ് ചെയ്യുന്നുണ്ട് സർ. ആ എന്തിനാ യൂസ് ചെയ്യുന്നത്? പിന്നെ എന്തിനാ ഇതിനു വേണ്ടി ഇത്രയും പേ ചെയ്യേണ്ട കാര്യം? സാർ അതെന്താന്ന് വെച്ചാൽ ഫ്രീക്വൻസി റിയൂസ്. ഫ്രീക്വൻസി ആ വിട് ആ വിട്ടേക്ക് പ്രഭു, അധികം സ്ട്രെസ് എടുക്കണ്ട. ഇല്ല സർ, അത് Okay. എനിക്ക് I'll get back to you. എന്തുപറ്റി? സർ ഞാനൊരു കാര്യം സാറിനോട് ചോദിച്ചോട്ടെ? ആ പറഞ്ഞോ. എന്നെ റിജക്റ്റ് ചെയ്യുവാണ് സർ. That's one way to put it. സർ ഞാൻ ഈ റൗണ്ട് വരെ എത്തിയില്ലേ, എന്നിട്ട് എന്തിനാ എന്നെ റിജക്റ്റ് ചെയ്യുന്നത്? തനിക്ക് എന്തുകൊണ്ടാണെന്നോ തോന്നുന്നത്? ഫ്രീക്വൻസി റിയൂസ് പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അല്ല, താൻ ചോദിച്ചുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ പറയാം. തൻ്റെ ആൻസർ ഷീറ്റൊക്കെ ഞാൻ കണ്ടു. കാണാതെ പഠിച്ച അതേപോലെ തന്നെ എഴുതിയേക്കാം. മനസ്സിലാക്കി പഠിച്ചിട്ടില്ല. പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനുള്ള സ്കിൽസും ഇല്ല. പറയുകയാണെങ്കിൽ ഒരു എഞ്ചിനീയർ ഡിഗ്രി ഉണ്ട്, ബട്ട് യു ആർ നോട്ട് ആൻ എഞ്ചിനീയർ. തൻ്റെ കോളേജിൽ നിന്ന് ഒരേ ഒരാളെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. യാ, ദാറ്റ് ഗൈ. ശരിക്കും ഡിസർവ് ആയ ഒരാളെ തന്നെയാണ് സാറ് സെലക്ട് ചെയ്തത്. ഓൾ ദി ബെസ്റ്റ് പ്രഭു. തനിക്ക് വേറെ നല്ല ജോലി കിട്ടും. ആ വീട് ആ പാർട്ടിക്ക് കൊടുത്തു. പക്ഷേ എനിക്ക് കാശ് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അച്ഛാ, സോറി അച്ഛാ.